അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം വാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2022 ക്വസ്റ്റ്യൻ പേപ്പർ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിൻ്റെയും സെക്കൻഡ് പാർട്ടിൻ്റെയും എല്ലാ പാഠങ്ങളുടെയും തദ്രീബാത്ത് മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ആ പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ അടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം ശരിയുത്തരത്തിന്റെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരിയുത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയപ്പോൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ്. ഓപ്ഷൻസ് 7, 10, 5. ശരിയുത്തരം 7. 2. ഔലിയായിലൂടെ പ്രകടമാകുന്ന അത്ഭുതമാണ്. ഓപ്ഷൻസ് കറാമത്ത്, മോജിസത്ത്, നദാമത്ത്. ശരിയുത്തരം കറാമത്ത്. 3. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥലം. ഓപ്ഷൻസ് ഉള്ളറ, വരാന്ത, പൊതുമുറി. ശരിയുത്തരം ഉള്ളറ. 4. പരിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണെന്നും കറാമത്തുകൾ ഇല്ലെന്നും വാദിച്ചവർ. ഓപ്ഷൻസ് ഷിയാക്കൾ, ഖവാരിജുകൾ, മുഅ്തസില. ശരിയുത്തരം മുഅ്തസില. 5. മിനൽ അദവാത്തിൽ മൻസിലിയ്യ. ഓപ്ഷൻസ് തുഫാഹ്, തമാത്തിം, അത്തുബാഖ്. അതായത് വീട്ടുപകരണങ്ങൾ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ 3 ഓപ്ഷനിൽ ഏതാണ് വീട്ടുപകരണങ്ങളിൽ പെട്ടത്? തുഫാഹ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ, തമാത്തിം എന്ന് പറഞ്ഞാൽ തക്കാളി, അത്തുബാഖ് എന്ന് പറഞ്ഞാൽ പാത്രങ്ങൾ. അപ്പോൾ ശരിയുത്തരം പാത്രങ്ങൾ, അത്തുബാഖ്. 6. ഞങ്ങൾക്ക് നീ മാപ്പ് തരേണമേ. ഓപ്ഷൻസ് ഉഗ്ഫിർ ലനാ, ഉഅ്ഫു അന്നാ, ഇർഹംനാ. ശരിയുത്തരം ഉഅ്ഫു അന്നാ. അടുത്ത പ്രവർത്തനം ചേറുംപടി ചേർക്കുക. 1. മരണത്തെ ഓർമ്മിപ്പിക്കുന്നു. 2. വിശ്രമം എന്നാണ് അർത്ഥം. 3. ഇത് നഷ്ടപ്പെടൽ ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. 4. എല്ലാ സൽക്കർമ്മങ്ങളെയും നശിപ്പിക്കും. 5. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാന കൃതി. ഇപ്പുറത്ത് നോക്കുകയെ. ഇസ്തിറാഹത്ത്, ബി റിദ്ദത്ത്, ഡി മുസ്നദ്, ഡി അമാനത്ത്, ഈ ഖബർ സിയാറത്ത്. ഓർന്നിനും യോജിച്ച ഉത്തരത്തിൻ്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 1. മരണത്തെ ഓർമ്മിപ്പിക്കുന്നു. ശരിയുത്തരം ഇ ഖബർ സിയാറത്ത്. 2. വിശ്രമം എന്നാണ് അർത്ഥം. ശരിയുത്തരം എ ഇസ്തിറാഹത്ത്. 3. ഇത് നഷ്ടപ്പെടൽ ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. ശരിയുത്തരം ഡി അമാനത്ത്. 4. എല്ലാ സൽക്കർമ്മങ്ങളെയും നശിപ്പിക്കും. ശരിയുത്തരം ബി റിദ്ദത്ത്. 5. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാന കൃതി. ശരിയുത്തരം സി മുസ്നദ്. EAD BC. അടുത്ത പ്രവർത്തനം വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1. വെള്ളം, ഡാഷ്, തീ എന്നിവയിൽ ജനങ്ങൾക്ക് പൊതു അവകാശമുണ്ട്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് പുല്ല്. വെള്ളം, പുല്ല്, തീ എന്നിവയിൽ ജനങ്ങൾക്ക് പൊതു അവകാശമുണ്ട്. 2. ഫലസ്തീനിലെ ഡാഷിലാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ജനിച്ചത്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് റസ. ഫലസ്തീനിലെ റസയിലാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ജനിച്ചത്. 3. നിസ്കാരം, നോമ്പ് പോലെയുള്ള ഇബാദത്തുകൾ കൊണ്ട് ഡാഷ് പൊറുക്കപ്പെടും. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ചെറുദോഷങ്ങൾ. നിസ്കാരം, നോമ്പ് പോലെയുള്ള ഇബാദത്തുകൾ കൊണ്ട് ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും. 4. 4-ൽ ഒരു മദ്ഹബിൻ്റെ ഇമാമിനെ ഡാഷ് എല്ലാവർക്കും നിർബന്ധമാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് പിമ്പറ്റൽ. 4-ൽ ഒരു മദ്ഹബിൻ്റെ ഇമാമിനെ പിമ്പറ്റൽ എല്ലാവർക്കും നിർബന്ധമാണ്. 5. ഖാല ജുറൈജ് ലാ അഈദുഹ മിൻ ഡാഷ് കമാ കാനത്ത്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഫീനിൻ. ഖാല ജുറൈജ് ലാ അഈദുഹ മിൻ ഫീനിൻ കമാ കാനത്ത്. 6. ഹൽ നദ്ഹബു ഇലൽ ബൈത്തി ബഅദ ദാലിക ലാ ഡാഷ് ഇലൽ ബൈത്ത്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ലൻ നദ്ഹബ. ഹൽ നദ്ഹബു ഇലൽ ബൈത്തി ബഅദ ദാലിക ലാ ലൻ നദ്ഹബ ഇലൽ ബൈത്ത്. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 1. മലബാറിലെ
മക്ക എന്ന പേരിൽ അറിയപ്പെട്ട സ്ഥലം ഏത്? ഉത്തരം പൊന്നാനി. 2. മഹ്ശറിൽ ശഫാഅത്ത് ചെയ്യുന്ന ഒരു വിഭാഗത്തിൻ്റെ പേരെഴുതുക. ഉത്തരം ഔലിയാക്കൾ. 3. 10 ലക്ഷത്തിലധികം ഹദീസ് മനപ്പാടമാക്കിയ ഒരു ഇമാം. ഉത്തരം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. 4. ദൂർത്തടിക്കുന്നവർ സഹോദരന്മാരാണ്. ആരുടെ? ഉത്തരം പിശാചുക്കളുടെ. 5. വിശ്രമം എന്ന പദം അറബിയിൽ എങ്ങനെ പറയും? ഉത്തരം ഇസ്തിറാഹ. 6. ജവാദ് എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം ധർമ്മിഷ്ഠൻ. അടുത്ത പ്രവർത്തനം ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 1. സന്തോഷത്തോടെ മരിക്കാൻ സാധിക്കും. ആർക്ക്? ഉത്തരം വിശ്വാസം ഉൾക്കൊള്ളുകയും അല്ലാഹു തആലയുടെ പ്രീതി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക്. 2. 3 ദിവസം പട്ടിണി കിടന്ന ശേഷം ലഭിച്ച ഭക്ഷണം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചില്ല. കാരണമെന്ത്? ഉത്തരം അദ്ദേഹത്തിന് ഭക്ഷണം നൽകിയ പണ്ഡിതൻ ഭരണകൂടത്തിൽ നിന്ന് സമ്മാനം സ്വീകരിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് ഇമാം ആ ഭക്ഷണം സ്വീകരിച്ചില്ല. 3. ജലക്ഷാമം നേരിടുമ്പോൾ നാം എന്തു ചെയ്യണം? ഉത്തരം ശുദ്ധീകരണം പോലെയുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ച് മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും കുടിവെള്ളം ലഭ്യമാക്കണം. 4. ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളങ്ങളിൽ 2 എഴുതുക. ഉത്തരം 1. ഇമാം മഹ്ദി വരുക. ദജ്ജാൽ പ്രത്യക്ഷപ്പെടുക. 5. അറിവ് തേടി പുറപ്പെടുന്നവർക്ക് ലഭിക്കുന്ന നേട്ടമെന്ത്? ഉത്തരം അറിവ് തേടി പുറപ്പെട്ടവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. 6. 5 കിലോ അരി അറബിയിൽ എഴുതുക. ഉത്തരം 5 കിലോ അറാമാതി മിനൽ അറുസ്. 7. മാദാ സാല ജുറൈജുൽ ഉലാം. ഉത്തരം യാ ഗുലാമു മൻ അബൂക്ക. അടുത്ത പ്രവർത്തനം കുറിപ്പെഴുതുക. 5 വരിയിൽ കുറയരുത്. 1. മരണത്തെ ഓർക്കൽ. അപ്പോൾ നോക്കൂ, മരണം എല്ലാവർക്കും അനിവാര്യമാണ്. മരണത്തെ ഭയപ്പെടുകയല്ല, ഓർക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അക്സിറു സിക്ര ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്. എല്ലാ സുഖങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തെ ഓർക്കുന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കുക. നമ്മുടെ മരണസമയം എപ്പോഴാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എപ്പോഴും മരണത്തെ പ്രതീക്ഷിക്കണം. സന്തോഷത്തോടെ മരിക്കാൻ കഴിയുന്നവരാണ് ഭാഗ്യവാന്മാർ. വിശ്വാസം ഉൾക്കൊള്ളുകയും അല്ലാഹു തആലയുടെ പ്രീതി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്കാണ് അതിന് ഭാഗ്യം ലഭിക്കുക. മരണത്തെ ഓർക്കൽ സുന്നത്താണ്. അത് ജീവിതത്തെ നന്നാക്കുകയും തെറ്റുകളിൽ നിന്ന് പിന്തിരിക്കുകയും നന്മ ചെയ്യാൻ ഉത്സാഹമുണ്ടാക്കുകയും ചെയ്യും. മരണത്തെ ഓർക്കാതെയുള്ള അമലുകൾക്ക് പ്രതിഫലമുണ്ടാവുകയില്ല. മരണത്തെ ഓർത്തുകൊണ്ടുള്ള അമലുകൾ വിക്കാസ് കൊണ്ട് വെട്ടുന്നത് പോലെയാണ്. ഉദാഹരണമായി, മരണത്തെ ഓർക്കുന്നത് നിസ്കാരത്തിൽ ഖുശൂ വർദ്ധിപ്പിക്കും, അസൂയയും അഹങ്കാരവും ഇല്ലാതാക്കും, ദുന്യാവിനോടുള്ള അമിതമായ ആഗ്രഹം നീക്കും, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാനും സഹായിക്കും. രോഗികളെ സന്ദർശിക്കലും ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കലും ഖബർ സിയാറത്തും മരണത്തെ ഓർക്കുന്നതിനെ സഹായിക്കും. കുറിപ്പെഴുതുക എന്നതിൽ 2 തൗബ ചെയ്യൽ. അപ്പം നോക്കൂ, അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചത് അവന് ആരാധന ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാഹു തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കൽ മനുഷ്യൻ്റെ കടമയാണ്. അവൻ്റെ വിധിവിലക്കുകൾ ലംഘിക്കുന്നത് കുറ്റകരമാണ്. പിശാചിൻ്റെ പ്രേരണ കാരണം മനുഷ്യനിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കാം. അല്ലാഹു കാരുണ്യവാനാണ്. തെറ്റ് ചെയ്ത അടിമയ്ക്ക് അവൻ പുറത്തു കൊടുക്കും. നിസ്കാരം, നോമ്പ് പോലെയുള്ള ഇബാദത്തുകൾ കൊണ്ട് ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅ ഇലൽ ജുമുഅത്തി കഫാറത്തുൽ ലിമാ ബൈനഹുന്ന. 5 വക്ത് നിസ്കാരങ്ങളും ജുമുഅയും അവക്കിടയിലെ പാപങ്ങൾ പൊറുപ്പിക്കും. പാപങ്ങൾ പൊറുക്കുന്നതിന് തൗബ ആവശ്യമാണ്. നിബന്ധനകൾ പാലിച്ച് തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.